ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധമായ വലിയ നോമ്പിന്റെ 25-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. വലിയ നോമ്പിന്റെ ഏറ്റവും അനുഗ്രഹീതമായ പകുതി നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു ദിവസം, നോമ്പിന്റെ ഒത്ത മധ്യത്തിൽ നമ്മളായിരിക്കുമ്പോൾ കഴിഞ്ഞ 24 ദിവസങ്ങളിൽ നമ്മളിൽ വന്ന മാറ്റം, നമ്മുടെ ജീവിതത്തിൽ ആത്മീകമായി നമ്മൾ ഉന്നതി പ്രാപിച്ചിട്ടുണ്ടോ? നോമ്പും ഉപവാസവും നമ്മുടെ ജീവിതത്തെ എപ്രകാരം ബാധിച്ചിരിക്കുന്നു? അതിൽ ആത്മീയ പുരോഗതിയുണ്ടോ? ഇനിയും വളരുവാനുള്ള സാധ്യതകൾ എങ്ങനെയാണ്? എന്തൊക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഉന്നമനത്തിലേക്ക് പ്രവേശിക്കുവാൻ എങ്ങനെ കഴിയും എന്നൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കും. ഈ 24 ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെ ഓർത്ത് കൂടുതൽ ദൈവകൃപയിൽ ശരണം പ്രാപിക്കുവാൻ ഇനിയുള്ള ദിവസങ്ങളിൽ ദൈവമേ ബലം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നോമ്പിന്റെ ഇനിയുള്ള ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അബ്ഗാർ രാജാവിന്റെ ഓർമ്മയും ഇതേ ദിവസമായിട്ട് പരിശുദ്ധ സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ രോഗസൗഖ്യങ്ങളിലൊക്കെ വളരെ വിശ്വസിച്ചിരുന്ന ആദ്യത്തെ ക്രിസ്തീയ രാജാക്കന്മാരിലൊരാണ് അബ്ഗാർ രാജാവ്. അദ്ദേഹത്തെയും ഈ നിമിഷം നമ്മൾ ഓർക്കുമ്പോൾ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവ സൗഖ്യത്തെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ ഒരാളെന്ന നിലയിൽ ആ അബ്ഗാർ രാജാവിന്റെ ഓർമ്മയും നമ്മൾ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ദൈവികമായ സൗഖ്യദാനങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തുതി അർപ്പിക്കുവാൻ ഇന്നത്തെ ദിവസം നമുക്ക് സാധ്യമാകട്ടെ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 14-15 വാക്യങ്ങളും അതോടൊപ്പം 3-ാം അധ്യായം 13 മുതൽ 21 വരെയുമുള്ള വേദഭാഗമാണ് ഇവിടെ ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. പഴയ നിയമ കാലഘട്ടത്തിൽ മോശയുടെ ജീവിതത്തിൽ ഇസ്രായേൽ ജനതയെ നയിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ വഴിക്ക് വെച്ച് അവർ വഴിയാത്രയുടെ ക്ഷീണം കൊണ്ട് യഹോവയ്ക്കും മോശയ്ക്കുമെതിരെ പിറുപിറുക്കുകയും ദൈവകോപം വരുത്തിവെക്കുകയും ചെയ്തു. ആ അവസരത്തിൽ അഗ്നിസർപ്പത്തെ യഹോവയായ ദൈവം അയച്ചുകൊണ്ട് അതിൽ പാപം ചെയ്തിരുന്നവരെ കൊല്ലിക്കുന്ന ഒരു അനുഭവം. അവിടെ വെച്ച് അവരുടെ പാപബോധത്തെ തിരിച്ചറിഞ്ഞ് അവർ മോശയോട് അപേക്ഷിക്കുകയാണ്, രക്ഷിക്കണമേ എന്ന്. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ അരുളപ്പാടിനാൽ ഒരു താമ്രസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുകയും അതിലേക്ക് നോക്കുന്നവർ രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവത്തെ പുതിയ നിയമസഭയുടെ പ്രത്യേകിച്ച് യേശുക്രിസ്തുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പിതാക്കന്മാർ വളരെ മനോഹരമായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ നോമ്പിന്റെ മധ്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ, ദേവാലയ മധ്യത്തിൽ ഗോകുൽത്തായിലെ കുരിശിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ പാപജീവിതത്തെ നശിപ്പിച്ചു കളയുവാൻ, പാപബോധങ്ങളെ ദൈവകൃപയാൽ ജയിക്കുവാൻ നമുക്ക് സാധ്യമാകണം. നിക്കോദീമോസിനോട് നിത്യജീവനെ കുറിച്ച് സംസാരിക്കുന്ന വേളയിലാണ് പ്രധാനമായിട്ടും ഇവിടെ പിത്തള സർപ്പത്തിന്റെ ഓർമ്മ വീണ്ടും നമ്മൾ മനസ്സിലാക്കുന്നത്. നിത്യജീവനെ പ്രാപിക്കുവാൻ വേണ്ടി നമ്മൾ നോമ്പ്, ഉപവാസം ആദിയായവയൊക്കെ ഏർപ്പെടുമ്പോൾ നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഉണ്ടാകുന്ന വളർച്ചയ്ക്ക് യേശുക്രിസ്തുവിനുള്ള അടിസ്ഥാനപരമായ വിശ്വാസം ഉണ്ടാകണം എന്നും ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അനുഗ്രഹീതമായ ഈ നോമ്പ് കാലഘട്ടത്തിൽ ലോകത്തെ സ്നേഹിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാം. അത് നമ്മൾ നിത്യജീവനെ പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ലോകം യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞുവെന്നും നമ്മൾ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ലോകം യേശുക്രിസ്തുവിനെ പകച്ചു, നമ്മളെയും പകയ്ക്കുമെന്നും ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലോകപ്രകാരമല്ല, ദൈവികമായി നമ്മൾ ജീവിക്കുവാൻ, നിത്യജീവനെ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവിക സ്നേഹത്തെ ഈ ലോകത്തിൽ വ്യാപരിച്ച ദൈവത്തിന്റെ മക്കളായി നമ്മൾ ജീവിക്കുവാൻ, നിത്യജീവൻ അവകാശമാക്കുവാൻ തക്കവണ്ണം നമ്മൾ യഹോവയെങ്കിലേക്ക് നോക്കി ജീവിക്കണമെന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന.
പിത്തള സർപ്പത്തെ ഉയർത്തിയപ്പോൾ ഇസ്രായേൽ ജനത അഗ്നിസർപ്പത്തിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ യേശു ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ, പ്രകാശത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മുഖം ലജ്ജിപ്പാൻ ഇടയാകരുത്. ലജ്ജിപ്പാൻ ഇടയാകുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ദൈവത്തിൽ അടിസ്ഥാനമിട്ടുകൊണ്ട് നോമ്പും ഉപവാസവും നോറ്റ് നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ലജ്ജയ്ക്ക് ഇടവരാതെ ജീവിപ്പാൻ നമുക്ക് സാധ്യമാകണം. അവങ്കിലേക്ക് നോക്കുന്നവരുടെ പ്രകാശം, ആ പ്രകാശം നമ്മുടെ ആത്മീക ജീവിതത്തിൽ ആരംഭിക്കുന്നത് പരിശുദ്ധ മാമോദീസായിലൂടെയാണ്. ആ പ്രകാശത്തിന്റെ അനുഭവം പരിശുദ്ധാത്മാവിനാൽ നമ്മൾ പ്രാപിക്കുമ്പോൾ അത് ജീവിതത്തിലുടനീളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുവാൻ നമുക്ക് കഴിയണം. അവിടെയാണ് നിത്യജീവനെ പ്രാപിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നത്. നമ്മുടെ ഈ മാനുഷികമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ കഴുകി വെടിപ്പാക്കി അപ്രകാരം നമ്മുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ ശുദ്ധീകരിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നത് ഈ നോമ്പ് കാലഘട്ടത്തിലാണ്. നമ്മുടെ നിത്യജീവനെ അവകാശമാക്കുവാൻ തക്കവണ്ണം നമ്മുടെ വേദപുസ്തക വായനയും ധ്യാനവും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയുടെ വഴികളിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. ആ വിശുദ്ധിയുടെ വഴികളെ പിന്തുടരുന്നതാവണം നമ്മുടെ നോമ്പും ഉപവാസവും എന്നുള്ളത്. നന്മ പ്രവർത്തിക്കാതെ തിന്മ പ്രവർത്തിക്കുന്നവരൊക്കെ വെളിച്ചത്തെ പകയ്ക്കുന്നു എന്നാണ് യോഹന്നാൻ ശ്ലീഹ ഇവിടെ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യുവാൻ സാഹചര്യം ഉണ്ടായിരുന്നിട്ടും തിന്മ പ്രവൃത്തികൾക്ക് അടിമപ്പെട്ട് നമ്മൾ ജീവിക്കുമ്പോൾ യഥാർത്ഥ പ്രകാശമായ യേശു ക്രിസ്തുവിനെ നമ്മൾ പകയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ പകയ്ക്കാതെ, ദൈവത്തെ തള്ളിപ്പറയാതെ, ദൈവകൃപയിൽ അടിസ്ഥാനമിട്ടുകൊണ്ട് നിത്യജീവനെ പ്രാപിക്കുവാൻ നമുക്ക് സാധ്യമാകണം. പിത്തള സർപ്പത്തിന്റെ അനുഭവം അതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിതമായിട്ട് നമ്മൾ നൽകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കറകളോ ചുളിവുകളോ ഒന്നും ഉണ്ടാകാതെ നിത്യജീവന് അവകാശമാക്കത്തക്കവണ്ണം ഒരുക്കമുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധ്യമാകണം. ഈ നോമ്പ് കാലഘട്ടം നമ്മെ അപ്രകാരം ഒരുക്കുന്നതായി തീരട്ടെ. യഹോവയെങ്കിലേക്ക് നോക്കുന്നവർ ലജ്ജിതരാകാതെ പ്രകാശത്തിന്റെ മക്കളായി തീരുവാൻ നമുക്ക് സാധ്യമാകണം. ആ പ്രകാശത്തിന്റെ മക്കളാകുമ്പോൾ നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും. ചൊവ്വാഴ്ച നോമ്പ് നമസ്കാരത്തിലെ ചൊവ്വാഴ്ചയിലെ ഒരു പ്രാർത്ഥനയിൽ ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 3-ാം മണി പ്രാർത്ഥനയുടെ അനുഭവം ഇപ്രകാരമാണ്: നോമ്പ് നോക്കുന്നവരുടെ തലമുറ മാലാഖമാർക്ക് സമമാണ്, അവർ അനുഗ്രഹിക്കപ്പെടുമെന്ന്. അപ്രകാരം ദൈവ സാന്നിധ്യമുള്ള സ്ഥലത്ത് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു തലമുറയായി നമുക്ക് ശേഷമുള്ള തലമുറയും അപ്രകാരം അനുഗ്രഹിക്കപ്പെടുന്നതായി തീരുവാൻ സാധ്യമാകുന്നത് നമ്മുടെ ജീവിതം അപ്രകാരം നമ്മൾ ക്രമീകരിക്കുമ്പോഴാണ്, ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോഴാണ്. ഈ നോമ്പ് കാലഘട്ടത്തിന് ശേഷവും നമ്മൾ സംഭരിച്ച ഊർജത്തിലൂടെ, ദൈവകൃപയാകുന്ന ഊർജത്തിലൂടെ ദൈവത്തിങ്കിലേക്ക് നോക്കി അവനിൽ നടക്കുവാൻ നമുക്ക് സാധ്യമാകണം. ഈ ഉയർത്തപ്പെട്ട ഗോകുൽത്തായിലേക്ക് നോക്കുമ്പോൾ നമ്മെ വഴി നടത്തുന്ന ദൈവം അനുദിനം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുവെന്നും ആ ദൈവം നമ്മോടുകൂടെ എന്നാളും ഉണ്ടാകുമെന്നുമുള്ള അടിയുറച്ച വിശ്വാസം, ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധ്യമാകട്ടെ. പകുതി നോമ്പിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ 4 ദിക്കുകളിലേക്കും സ്ലീബ ആഘോഷിക്കുമ്പോൾ ഈ ലോകം മുഴുവൻ ദൈവത്തിന്റെ സ്ലീബായാൽ അനുഗ്രഹിക്കപ്പെടുകയാണ്. അതിലൂടെ ഈ ലോകം പുതുതാക്കപ്പെടുകയാണ്. ആ അനുഗ്രഹത്തെയും പുതുതാക്കപ്പെടുന്ന അനുഭവത്തെയും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മോശയുടെ പ്രാർത്ഥനയാൽ യഹോവയായ ദൈവം പിത്തള സർപ്പത്തെ ഉയർത്തി ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചതുപോലെ നമ്മുടെ പ്രാർത്ഥനയാൽ ദൈവം നമ്മുടെ ജീവിതത്തിലും പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നമ്മെ ഉയർത്തുവാൻ, നിത്യജീവനെ അവകാശമാക്കുവാൻ ദൈവം യേശു ക്രിസ്തു നമ്മിൽ ഉയർന്നു നിൽക്കട്ടെ എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അപ്രകാരം പകുതി നോമ്പിന്റെ അനുഭവം നമ്മെ ധ്യാനിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ.